വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് തീയതി ഉടൻ പ്രഖ്യാപിച്ചേക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലമ്പൂർ അടക്കമുള്ള 6 നിയമസഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിനായി ഒരുക്കങ്ങൾ ആരംഭിച്ചു. മെയ് മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താനാണ് നീക്കം. അത് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളുള്ളത്. വോട്ടർ പട്ടിക ഉടൻ പ്രസിദ്ധീകരിക്കും. അതേസമയം ഉപതെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ രാഷ്ട്രീയ പാർട്ടികളും ആരംഭിച്ചു കഴിഞ്ഞു. PV അൻവർ രാജിവെച്ചതിന് പിന്നാലെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത്. എന്തായാലും CV അനുമോദ് അല്പസമയത്തിനകം നിലമ്പൂരിലെ സാഹചര്യമായി ചേരുമൊപ്പം തിരുവനന്തപുരത്ത് പൊളിറ്റിക്കൽ വിവരങ്ങളുമായി ഒപ്പം ഡാൻ കുര്യനും നമുക്കൊപ്പം ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 6 സംസ്ഥാനങ്ങളിലെ 8 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പാണ് തുടങ്ങിയത്. കേരളത്തിൽ എന്തായാലും നിലമ്പൂരിലാണ് ഉപതെരഞ്ഞെടുപ്പുള്ളത്. CV അനുമോദ് ചേരുന്നു നിലമ്പൂരിൽ നിന്നും. അനുമോദ്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള അംഗം ആരംഭിക്കുകയാണ്. മെയ്യിൽ ഉണ്ടാകുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. എപ്പോഴത്തേക്ക് പ്രഖ്യാപനം ഉണ്ടാകും? ഒരുങ്ങിക്കഴിഞ്ഞോ നിലമ്പൂർ? ഭവ്യ, ഗുഡ് മോർണിംഗ്. നമ്മളെല്ലാം തന്നെ ഏറെ ദിവസമായി PV അൻവറിന്റെ രാജ്യപ്രഖ്യാപനത്തിന് ശേഷം ഏറെ ദിവസമായിട്ട് നിലമ്പൂരിലെ ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്കറിയാം, ഇന്ന് ഈ ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. മെയ് പകുതിയോടെ ആയിരിക്കും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് എന്ന തരത്തിലുള്ള സൂചനകളാണ് ആദ്യഘട്ടത്തിൽ ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം 2026 പൊതു തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരുപക്ഷെ അവസാനത്തെ ഉപതെരഞ്ഞെടുപ്പായിരിക്കും നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്. അതിനേറെ രാഷ്ട്രീയ പ്രാധാന്യങ്ങളുണ്ട്. സർക്കാരിൻ്റെ വിലയിരുത്തൽ എന്ന തരത്തിൽ വേണമെങ്കിൽ വിലയിരുത്താം. നിലമ്പൂരിലെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൊണ്ടുള്ള അനിശ്ചിതത്വങ്ങൾ വേറെയുണ്ട്. PV അൻവർ 8 വർഷത്തിലധികം ഇടതുപക്ഷത്തിൻ്റെ നാവായി നിന്ന, ഇടതുപക്ഷത്തിൻ്റെ ശക്തനായ സൈബർ പോരാളിയും MLA-യുമായ വ്യക്തി ഇന്നിപ്പോൾ ഇടതുപക്ഷത്തിനെതിരെ UDF-നൊപ്പം നിൽക്കുന്ന, എന്നാൽ UDF-നൊപ്പം പോകാതെ UDF-നെ അനുകൂലിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലമ്പൂരുള്ളത്. PV അൻവറിനെ സംബന്ധിച്ച് തൻ്റെ നിലപാട് അത് ഇടതുപക്ഷത്തിനെതിരായ പോരാട്ടങ്ങളുടെ ഭാഗമാണെന്ന് കാണിക്കുവാൻ അവിടെ ഇടതുപക്ഷത്തെ തോൽപ്പിക്കേണ്ടത് അനിവാര്യമായ ഒന്നാണ്. മറുവശത്ത് UDF-നാണെങ്കിൽ PV അൻവർ തട്ടിയെടുത്ത, അല്ലെങ്കിൽ UDF-ന്റെ കോട്ടയായിരുന്ന നിലമ്പൂർ PV അൻവറാണ് ആദ്യമായിട്ട് ഒരുപാട് കാലത്തിന് ശേഷം ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാക്കുന്നത്. അതേ അൻവറിലൂടെ UDF-ന് മണ്ഡലം തിരിച്ചു പിടിക്കാമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. ഇവിടെ സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു UDF-ൽ. നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ സമയത്തൊക്കെ തന്നെ PV അൻവർ പറഞ്ഞൊരു കാര്യമുണ്ട്, രാജിവെച്ചെന്ന്. നിലമ്പൂരിൽ VS ജോയിയുടെ ആണ് പ്രാധാന്യമെങ്കിൽ വലിയ വിജയം നേടാൻ കഴിയും. അതിനുശേഷം അദ്ദേഹം അരുൺ ഷൗക്കത്താണെങ്കിലും പിന്തുണയ്ക്കുമെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഈ 2 പേരുകൾ, അരുൺ ഷൗക്കത്തോ VS ജോയോ, ഈ 2 പേരുകളാണ് UDF-ന്റെ മുമ്പിൽ പ്രധാനമായിട്ടുള്ളത്. വനിതാ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആലിപ്പറ്റ ജമീല, അവരുടെ പേരും പരിഗണനാ പട്ടികയിലുണ്ട്. ഒരുപക്ഷെ PV അൻവറിൻ്റെ ഇടപെടൽ ഇവിടെ എങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കുമെന്നതാണ് UDF പ്രധാനമായിട്ടും ആലോചിക്കുന്നത്. PV അൻവറിനെ ഇതുവരെ UDF-ന്റെ ഭാഗമാക്കിയിട്ടില്ല. ഒരു സ്വതന്ത്ര രാഷ്ട്രീയ നിലപാടല്ല അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമാണ്. സ്വാഭാവികമായിട്ടും UDF-ലേക്ക് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ ഉൾപ്പെടുത്തുക, തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിലെ UDF-ന്റെ ഭാഗമാക്കുന്നതിന് സമാനമാകുന്നത്. അപ്പോൾ അത് വളരെ വേഗത്തിൽ എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനമല്ല എന്നുള്ളത് സുവ്യക്തമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ PV അൻവറിൻ്റെ UDF പ്രവേശനം ഇപ്പോഴും ഒരു അനിശ്ചിതത്വത്തിൽ നിലനിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഈ ബൈ ഇലക്ഷൻ്റെ പ്രഖ്യാപനം വരാൻ പോകുന്നത്. മറുവശത്ത് ഇടതുപക്ഷമാകട്ടെ അൻവറിലൂടെ നേടിയ ഒരു മണ്ഡലമാണ്. ആ മണ്ഡലം നിലനിർത്തുക എന്നത് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ ഒരു വെല്ലുവിളിയാണ്. കാരണം അവിടെ UDF-ന്റെ വോട്ടുകൾ അത് അൻവർ അട്ടിമറിച്ചതിലൂടെ ലഭിച്ച വിജയമായിരുന്നു ഇടതുപക്ഷത്തിൻ്റെത്. ഇനിയിപ്പോൾ അൻവർ മറുപക്ഷത്തേക്ക് മാറുമ്പോൾ അവിടെ വലിയ ഒരു അട്ടിമറി പ്രതീക്ഷ ഈ ഘട്ടത്തിൽ ഇടതുപക്ഷത്തിനുണ്ടോ എന്ന് നമുക്ക് പറയാനാകില്ല. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊക്കെ തന്നെ വളരെ പ്രിമിറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ ആദ്യ ഘട്ടത്തിലാണ് ഇപ്പോഴും ഉള്ളത്. സ്വതന്ത്രനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് അവിടെ അതിനൊരു പ്രാധാന്യമുണ്ട്, അതിനൊരു സ്വീകാര്യതയുണ്ട് എന്ന് ഇടതുപക്ഷം പറയുമ്പോഴും UDF-ൽ നിന്നും ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലും വരുമോ എന്നൊന്നും ഈ ഘട്ടത്തിലൊന്നും പറയാനാകില്ല. അപ്പോൾ UDF-ന്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് പ്രഖ്യാപിക്കട്ടെ, അതിനുശേഷം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ കുറിച്ച് ആലോചിക്കൂ എന്ന നിലപാടാണ്
മലപ്പുറത്തെ നേതൃത്വത്തിന് ഇക്കാര്യത്തിലുള്ളത്. പല പേരുകളും ആദ്യഘട്ടത്തിലൊക്കെ ഉയർന്നെങ്കിലും അതിനൊന്നും ഒരു സാധ്യതയുമില്ല എന്ന തരത്തിൽ തന്നെയാണ് പാർട്ടിയുടെ നിലപാട്. പക്ഷേ യുവ സ്ഥാനാർത്ഥിക്കായിരിക്കാം അവിടെ ഒരു മുൻഗണന എന്ന സൂചനകളും വരുന്നുണ്ട്. കാരണം ഒന്നുകിൽ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു UDF-ൽ നിന്നുള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി, അതല്ലെങ്കിൽ പാർട്ടി വോട്ടുകൾ ചോർന്നു പോകാതെ പാർട്ടിക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു യുവ നേതാവ്. ഈ തരത്തിൽ തന്നെയാണ് നിലമ്പൂരിലെ ഇടതുപക്ഷത്തിൻ്റെ സാധ്യതകളെ ഈ ഘട്ടത്തിൽ കാണുന്നത്. BJP ആവട്ടെ അവർക്കുള്ള വോട്ട് ബാങ്ക് അതൊട്ടും ചോരാതെ നോക്കാനുള്ള ഒരു സ്ഥാനാർത്ഥിയായിരിക്കും പ്രഖ്യാപിക്കുക. അതിനുള്ള ചർച്ചകളാണ് BJPയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഇവിടെ ഈ ഘട്ടത്തിൽ നമുക്ക് UDF-നുള്ളൊരു മേൽക്കൈ അവിടെ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അത് UDF-ന്റെ ഒരു മണ്ഡലമായിരുന്നു. ആര്യടൻ മുഹമ്മദിൻ്റെ ഒരു കുത്തക മണ്ഡലമായിരുന്നു. അവിടെ നിന്നും PV അൻവറിലൂടെ അത് ഇടതുപക്ഷത്തേക്ക് എത്തുമ്പോൾ PV അൻവർ ഇപ്പോൾ മറുചേരിയിലേക്ക് മാറുന്നതോടെ മണ്ഡലം തന്നെ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം നിലമ്പൂരിലുണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. എന്താണെങ്കിലും എന്നായിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. മെയ് പകുതിയോടെ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഈ ദിവസങ്ങളിൽ ഇതിൻ്റെ പ്രഖ്യാപനം വന്നാലും വലിയ ഒരു പ്രചരണ കാലമാണ് മുന്നിൽ കിടക്കുന്നത്. ഈ സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലും വിധിയെഴുത്തും ആകും ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും അവിടെ വിജയം നേടുവാൻ ഇടതുപക്ഷവും അതേപോലെ തെരഞ്ഞെടുപ്പിന് മുൻപ് ഫൈനലിന് മുമ്പുള്ള ഒരു സെമി ഫൈനൽ എന്ന തരത്തിൽ UDF-ഉം ഈ തെരഞ്ഞെടുപ്പിനെ കാണുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പല തലങ്ങളിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം കേരള രാഷ്ട്രീയത്തിൽ ഇന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് UDF-നെ സംബന്ധിച്ച് മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നതിനപ്പുറം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിലേക്ക് UDF-ന് അനുകൂലമായ സാഹചര്യങ്ങളുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ടെസ്റ്റ് കൂടിയായിട്ടാകും UDF ഇതിനെ കാണുക. മറുവശത്ത് LDF സർക്കാരിനെതിരായുള്ള വിലയിരുത്തൽ, സർക്കാരിൻ്റെ ജനങ്ങൾ സർക്കാരിനൊപ്പമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാൻ ഈ ഒരു മൂന്നാം വട്ടവും അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയുമെന്ന ആ ഒരു സന്ദേശം നൽകുവാൻ നിലമ്പൂരിൽ വിജയം അനിവാര്യമാണ്. അതിനെല്ലാം അപ്പുറം PV അൻവർ ഉന്നയിച്ച രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾക്ക് രാഷ്ട്രീയമായ മറുപടി നൽകണമെങ്കിൽ, ആത്യന്തികമായിട്ടുള്ള മറുപടി നൽകണമെങ്കിൽ അവിടെ ഇടതുപക്ഷത്തിന് വിജയം നേടുക തന്നെ വേണം.